ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കാൻ പോണത്. മലയാളത്തിലെ ഒരു നാടകമാണ് എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കഥ പഠിച്ചു, കവിത പഠിച്ചു, വൈജ്ഞാനിക സാഹിത്യം പഠിച്ചു, അതായത് പല ലേഖനങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഒരു നാടകമാണ്. നാടകത്തിൻ്റെ പേര് സബർമതി ദൂരെയാണ്. ജി ശങ്കരപ്പിള്ളയുടെ സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന നാടകമാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നാടകമാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഗാന്ധിജിയുമായിട്ട് ഡയറക്റ്റ്ലി ഗാന്ധിജിയുടെ ഒരു നാടകമൊന്നുമല്ല. പക്ഷെ ഗാന്ധിയൻ ആശയങ്ങളോട് ബന്ധമുള്ള ചില വ്യക്തികളും ഒക്കെ കടന്നു വരുന്നൊരു നാടകമാണ്. ഇതൊരു ഏകാംഗ നാടകമാണ്. ഏകാംഗ നാടകം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകാംഗം, ഏക അംഗം, ഒറ്റ അംഗം മാത്രമുള്ള അല്ലെങ്കിൽ ഒരു രംഗം മാത്രമുള്ള നാടകത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഏകാംഗ നാടകം എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ഏകാംഗ നാടകമാണ് ഈ സബർമതി ദൂരെയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏകാംഗ നാടകങ്ങളുടെ ഒരു പ്രത്യേകത, വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് മാധവൻ, വേണു, ശാന്തി, തേവൻ. അങ്ങനെ ഈ 4 കഥാപാത്രങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാധവനും വേണും എന്ന് പറയുന്നത് സഹോദരങ്ങളാണ്. ശാന്തി അവരുടെ സഹോദരിയാണ്. അപ്പോൾ മാധവൻ, വേണു, ഈ വേണു എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലെ തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ നാടകം വായിക്കേട്ടാ, നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചുരുക്കം പറയാം. അപ്പോൾ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ്. വേണു എന്ന് പറയുന്നത് ഒരു തികഞ്ഞ ഗാന്ധിയനാണ്. അപ്പോൾ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഒരു അക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. മാധവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൈസയോട് വളരെ ആർത്തിയുള്ള ഒരാളാണ്. എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കണം എന്ന് മാത്രമാണ് അയാളുടെ ചിന്ത. അപ്പോൾ അവരുടെ അച്ഛൻ വേണുവിനും കൂടെ പങ്കുള്ള സ്വത്താണത്. പക്ഷെ വേണുവിനെയും മാധവൻ നോക്കും എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നോക്കണം എന്നുള്ളത് കൊണ്ട് മാധവൻ്റെ പേരിൽ എല്ലാ സ്വത്തുകളും അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ മാധവൻ സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്, വേണുവിനോട് ഭയങ്കര ക്രൂരമായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറയുകയൊക്കെ ചെയ്ത് വളരെ ക്രൂരമായിട്ട് വേണുവിനോട് പെരുമാറുന്നു. ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞും ഒക്കെ വേണുവിനെ വേദനിപ്പിക്കുന്നു. ഇനി ശാന്തി എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ ഒരു ജന്മി കുടിയാൻ, അത്തരം ചിന്താഗതികളും മുഴുവനും പൊളിച്ചെഴുത്തുന്ന ഒരാളാണ് ശാന്തി എന്ന് പറയുന്നത്. തേവൻ എന്ന് പറയുന്നത്, തേവൻ്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഇവരുടെ വീട്ടിലെ പണിക്കാരാണ്. അതുകൊണ്ട് തന്നെ അമ്പ്രാട്ടി അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് തേവൻ അവരെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ശാന്തി അവരോട് സംസാരിക്കുകയാണ്. ആരോട്? തേവനോട് സംസാരിക്കുകയാണ്. പക്ഷെ തേവന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം പരമ്പരാഗതമായിട്ട് അയാൾ അനുവർത്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ അയാൾ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു രീതി എന്നുള്ള രീതിയിൽ ആൾക്കത് മാറ്റാനായിട്ട് അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, ഇപ്പോൾ സബർമതി ദൂരെയാണ് എന്ന് പറയുന്നത് ഗാന്ധിയൻ ആശയങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിയൻ ചിന്തകൾ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണ് വേണു എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് സഹാനുഭൂതിയും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരെ നിലകൊള്ളുന്ന ഒരാളാണ്. നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കാൻ സ്വത്തിനോടൊന്നും വലിയ ആർത്തിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും, സബർമതി എന്ന് പറയുന്നത് ഗാന്ധിയാണല്ലോ, ഗാന്ധിയുടെ ആശ്രമമാണ്. ഗുജറാത്തിൽ സബർമതി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സ്ഥാപിച്ചിട്ടുള്ളൊരു ആശ്രമമാണ്. അപ്പോൾ ആ ഒരു നന്മയുടെ ആ ഒരു തീരം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇയാളെ മാധവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ ദൂരെയാണ്. അവസാനം എന്ത് ചെയ്യാണ്, വേണു തേവൻ്റെ കൂടെ വീട് വിട്ട് ഇറങ്ങുകയാണ്. അപ്പം അതാണ് ഈ നാടകത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിന് സബർമതി ദൂരെയാണ്. അതായത് ഇപ്പോഴും ഇവിടേക്ക് എന്താണ്, നന്മ കൈവരാറായിട്ടില്ല, ജാതി ചിന്തകൾ മാറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ മാധവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊക്കെ ദൂരെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ഹെഡിങ് വന്നിരിക്കുന്നത്, സബർമതി ദൂരെയാണ്. ഇതാണ് നമുക്ക് ഈ നാടകത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഇതൊരു ഏകാംഗ നാടകമാണ്. അപ്പോൾ ഇതിൽ ഓരോ സന്ദർഭങ്ങൾ, ഓരോരുത്തർ പറയുന്ന ഡയലോഗുകൾ, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ഇങ്ങനെ ഡയലോഗുകളൊക്കെ എടുത്ത് ചോദിക്കാം. ഈ ഡയലോഗ് പറഞ്ഞു അല്ലെങ്കിൽ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏന് പഠിത്തമില്ല ഈ കഴുത്തെ ചുറ്റും നാക്കുള്ളവരോട് വായാടാൻ, ആരുടെ വാക്കുകൾ, സന്ദർഭമേത്. ഇത് പറയുന്നത് ആരാണ്? തേവനാണ്. ശാന്തിയോടാണ് പറയുന്നത്. അപ്പോൾ ശാന്തി പറയാണ്, എന്നെ അമ്പ്രാളെന്നൊന്നും വിളിക്കണ്ട, എന്താണ് ആൾ മനുഷ്യത്വപരമായിട്ടാണ് എന്നെ കൊച്ചമ്പ്രാട്ടിന്നൊന്നും വിളിക്കേണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതിയെന്ന് ദേവനോട് പറയുമ്പോൾ പറയാണ്, എനിക്ക് അങ്ങനെയൊന്നും വിളിക്കാനായിട്ടുള്ള പഠിപ്പില്ല എന്ന്. അതായത് ഞാൻ അത്ര പരിഷ്കാരത്തിലേക്ക് പോയിട്ടില്ല, പരമ്പരാഗതമായി അനുവർത്തിച്ചു പോരുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് ദേവൻ അവിടെ ഉദ്ദേശിച്ചത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഈ നാടകങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് ചോദിക്കാം. നാടകങ്ങൾ മാത്രമല്ല, കഥകൾ പഠിക്കുമ്പോഴും നമ്മൾ ഡയലോഗുകൾ നോക്കണം കേട്ടോ, അവർ പറയണ കാര്യങ്ങൾ. അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇനി എന്താണ് ഏകാംഗ നാടകത്തിൻ്റെ പ്രത്യേകതകൾ? ഏകാംഗ നാടകം എന്ന് പറയുമ്പോൾ ഒറ്റ അംഗം മാത്രമുള്ള അല്ലെങ്കിൽ ഒറ്റ രംഗം മാത്രമുള്ള നാടകമായിരിക്കും, കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളതായിരിക്കും. അതുപോലെ പെട്ടെന്ന് കഥ തീരും, ചെറിയൊരു കഥയുള്ള നാടകമുള്ളതായിരിക്കും. ഇനി വേറൊരു ഇതുപോലെ ഡയലോഗ് പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ പുലർത്തുന്ന വീട്ടിൽ നടക്കാൻ പാടില്ല എന്ന്. ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മാധവനാണ്. അതായത് തേവൻ ഇങ്ങനെ വീട്ടിൽ വന്ന് കയറുന്നതും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും അയാൾക്ക് ഇഷ്ടമല്ല. അയാളൊരു താഴ്ന്ന ജാതിക്കാരനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്. ഇനി ഇവിടെ അടിമത്ത മനോഭാവത്തിൻ്റെ ശക്തി നമുക്ക് ഈ നാടകത്തിൽ കാണാം. ഈ അടിമത്തം ഇപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണു, ശാന്തി, അവരൊക്കെ എങ്ങനെയാണ്? അവർ ജാതി ചിന്തകളില്ലാത്ത അല്ലെങ്കിൽ ഒരു അടിമത്ത മനോഭാവമില്ലാത്ത, മനുഷ്യനെ ഒരുപോലെ കാണുന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പക്ഷെ മാധവൻ എങ്ങനെയാണ്? അവനെന്ന് പറയുന്നത് എല്ലാവരും അവൻ്റെ അടിമയായി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെ വന്നാലും അഹങ്കാരം, ഈ ജാതി ചിന്ത, ജാതിയാണ് അവിടുത്തെ അവൻ്റെ പ്രശ്നം. അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാതിയാണ്, അഹങ്കാരമാണ്. ജാതി കൊണ്ട് അവൻ വന്നു പോയിട്ടുള്ള അഹങ്കാരമാണ് മാധവൻ്റെ കയ്യിലുള്ളത്. സ്വത്തിനോടുള്ള ആർത്തിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്താണ്, എല്ലാവരെയും അവൻ്റെ അടിമകളാക്കിയിട്ട്, ഇപ്പോൾ ജാതി കൊണ്ട് തേവൻ അവനെ അടിമയായിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവനെ അനാവശ്യമായിട്ട് അവനെ തല്ലുകയും ഒക്കെ മാധവൻ ചെയ്യുന്നുണ്ട്. സ്വന്തം സഹോദരനായിട്ട് പോലും എന്താണ്, കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ പണിക്കൊന്നും പോകണില്ല, ഇവൻ കൊണ്ടുവന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വന്തം സഹോദരനായിട്ടുള്ള വേണുവിനോട് പോലും അത്തരത്തിലുള്ളൊരു മനോഭാവമാണ് മാധവൻ വെച്ചു പുലർത്തുന്നത്. പിന്നെ സബർമതി ദൂരെയാണെന്നുള്ള ആ ഒരു ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ് എങ്ങനെയാണ് ഈ നാടകത്തിന് ഉചിതമാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സബർമതി എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധി സ്ഥാപിച്ചിട്ടുള്ള ആശ്രമമാണ്. അഹമ്മദാബാദിലെ സബർമതി നദിയുടെ തീരത്ത് മഹാത്മാഗാന്ധി സ്ഥാപിച്ചിട്ടുള്ള ആശ്രമമാണ് സബർമതി. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ മതം, ജാതി, വർഗം, വർണ്ണം ഇങ്ങനെയുള്ള ഒരു വേലിക്കെട്ടുകളും ഇല്ലാതെ മനുഷ്യൻ ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്തരം ഒരു ചിന്താഗതിനെയാണ് ഇവിടെ നമ്മുടെ ഈ കഥയിൽ അല്ലെങ്കിൽ നാടകത്തിൽ നാടകൃത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ചിന്താഗതി അതിലുള്ള ഒരു കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ ദൂരെയാണ്. മറ്റുള്ളവരൊക്കെ അത്തരം ആശയങ്ങളോട് ഇടകലർന്ന് വന്നപ്പോഴും അയാൾക്കിപ്പോഴും എന്താണ്, ആ ഒരു ആശയം ദൂരെയാണ്. അയാൾ ജാതി ചിന്തയിലാണ്. അയാളിങ്ങനെ ജന്മിയുടെ ഒരു മനോഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള കഴിവ് അയാൾക്കില്ല. അപ്പം ഇതൊക്കെ കൊണ്ടാണ് സബർമതി ദൂരെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൂരെയുള്ള സബർമതിയിലേക്ക് ആര് പോവാണ്? ബാക്കിയുള്ളവർ പോവുകയാണ്, അവസാനം പോവുകയാണ്. സബർമതി ദൂരെയാണെന്നും പറഞ്ഞിട്ടാണ് വേണും ദേവനും കൂടെ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എന്താണ്, ഈ നാടകത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പേരാണ് സബർമതി ദൂരെയാണ്. അപ്പോൾ ഇത് തന്നെ ഇതിലോരോ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സുകളൊക്കെ തന്നെ കണക്ട് ചെയ്ത് എഴുതാം. ഇനി ഇതിലൊരു പറയുന്ന ഒരു വാക്കാണ് ദുര്യോധനൻ്റെ ഉരുള. ഉരുള എന്ന് പറയുന്നത് മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് ദുര്യോധനൻ. കൗരവരുടെ മൂത്ത ആളാണ് ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനൻ എല്ലാ സ്വത്തുകളും കൈയടക്കി വെക്കുകയും പാണ്ഡവർക്ക് ഒറ്റ സ്ഥലം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് പിന്നീട് വലിയൊരു യുദ്ധത്തിന് കാരണമാവുകയൊക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും മാധവൻ്റെ പേരിൽ എഴുതി വെക്കുമ്പോൾ അച്ഛനൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. എന്താണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത വേണുവിനെ കൂടെ അയാൾ സംരക്ഷിക്കണമെന്ന്. പക്ഷേ
സ്വത്ത് മുഴുവൻ കയ്യിൽ കിട്ടിയതിന് ശേഷം എന്താണ്, മാധവൻ കൈയൊഴിയാണ്. മാധവൻ്റെ സ്വഭാവമൊക്കെ മാറുകയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും വേണുവിനോട് അയാൾ കണക്ക് പറയുന്നു. അപ്പോൾ ഈ ഒരു ഇതിലാണ് ദുര്യോധനൻ്റെ ഉരുള എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അത് ഇതൊന്നും ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി കഥാപാത്ര നിരൂപണമായിട്ട് നമുക്ക് ഇതിൽ പലരെയും ചോദിക്കാം. അതിൽ പ്രധാനമായിട്ട് വേണുവിനെ ചോദിക്കാം. വേണുവിനെ ചോദിക്കുമ്പോൾ എന്താ പറയുക, വേണു ഒരു തികഞ്ഞ ഗാന്ധിയനാണ്, ജാതിഭേദമൊന്നുമില്ല ആൾക്ക്. തേവനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സ്വത്തിനോട് ആൾക്ക് ഭ്രമമില്ല. ആൾക്ക് വേണമെങ്കിൽ എന്താണ്, സ്വത്തിന് വേണ്ടിയിട്ട് വീണ്ടും തല്ല് പിടിക്കാം, പക്ഷെ ആൾ അതിനൊന്നും ചെയ്യുന്നില്ല. ആളെ സഹോദരനായിട്ടുള്ള മാധവൻ എന്തൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടും അവസാനം എന്താ ചെയ്യണത്, തേവനോടൊപ്പം അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു എന്നല്ലാതെ ആ സഹോദരനായിട്ട് വഴക്ക് പിടിക്കാനായിട്ട് അദ്ദേഹം നിൽക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു നല്ല ഗാന്ധിയൻ തത്വചിന്തകളുള്ള നല്ലൊരു മനുഷ്യനാണ് വേണു. അങ്ങനെ പറഞ്ഞ് എഴുതാം. മാധവന് ചോദിക്കുകയാണെങ്കിലോ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുതാം. അപ്പോൾ കഥാപാത്ര നിരൂപണമായിട്ട് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ തേവന് ചോദിക്കാം. തേവൻ എന്ന് പറയുമ്പോൾ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമാണ്. പരമ്പരാഗതമായിട്ട് അയാളുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് അവിടുത്തെ കാര്യസ്ഥരായിരുന്നു. അവർ താഴ്ന്ന ജാതിക്കാരായിരുന്നു. ഇപ്പോഴും ആ ഒരെന്താണ്, ആ വിശ്വസ്തതയും കൂറും ആ കുടുംബത്തോടും. അയാളെ ഈ മാധവൻ എന്ത് ചെയ്യാണ്, പല രീതിയിൽ ക്രൂരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്താണ്, ആ കുടുംബത്തോടുള്ള അയാളുടെ ധർമ്മം, അല്ലെങ്കിൽ പരമ്പരാഗതമായി ചെയ്തു വന്നൊരു ധർമ്മം അയാൾ നിറവേറ്റുന്നുണ്ട്. അപ്പോൾ തേവൻ എന്ന് പറയുന്നത് വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ആൾരൂപമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഈ നാടകം വായിക്കുക. ഒരു ഏകാംഗ നാടകമായി തന്നെ കാരണം തന്നെ വളരെ ചെറുതാണ്. വളരെ വ്യക്തമായിട്ട് ഈ നാടകം വായിക്കുക. നാടകം വായിച്ചിട്ട് ഇതിൽ ഓരോ ഡയലോഗ്സും നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ വെച്ചിട്ട് നല്ലപോലെ നോക്കി പഠിക്കുക. ഇതാണ് ഈ നാടകം നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.